ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആണ്ടുവട്ടത്തിലെ 33-ാം ഞായർ. വരുന്ന ഞായറാഴ്ച ക്രിസ്തുരാജൻ്റെ തിരുനാളാണ്. അതാണ് നമ്മുടെ ആരാധന മത്സരത്തിലെ അവസാനത്തെ ഞായർ. അപ്പോൾ അത് ക്രിസ്തുരാജൻ്റെ തിരുനാളാണ് എങ്കിൽ ആണ്ടുവട്ടത്തിലെ അവസാനത്തെ ആഴ്ച എന്ന് പറയാവുന്നത് ഈ 33-ാം ഞായറാണ്. 34-ാം ഞായർ ക്രിസ്തുരാജൻ്റെ തിരുനാളാണല്ലോ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ആരാധനാ വത്സരത്തിൻ്റെ സമാപനത്തിലേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ യുഗാന്ത്യത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് തിരുസഭ നമുക്ക് തരുന്നത്. ലോകത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ച്, ഈ ലോക ജീവിതത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ച് എല്ലാം ഒരു വിധത്തിൽ ഈ വചനഭാഗങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത് നമുക്കൊരു പുതിയ തുടക്കമാകണം. അന്ത്യമെന്ന് ചിന്തിക്കുമ്പോൾ എല്ലാം തീർന്നു പോയല്ലോ എന്നുള്ള നിരാശയിലേക്കല്ല പ്രിയപ്പെട്ടവരെ അന്ത്യത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മളെ നയിക്കേണ്ടത്. പിന്നെയോ ഇതാ പുതിയത് തുടങ്ങുന്നു എന്നുള്ള ഒരു ബോധമാണ് നമുക്ക് വേണ്ടത്. സൂര്യൻ ഉദിച്ച് പ്രകാശം പരത്തി അന്ധകാരത്തെ അകറ്റുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളിലും വിഷമതകളിലും പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ ആഗമനം, കർത്താവിൻ്റെ വീണ്ടുവരവ് പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രത്യാശയേകണം, നമ്മെ പ്രത്യാശയാൽ നിറയ്ക്കണം. എല്ലാത്തിനെയും അതിജീവിച്ച് മുന്നേറുവാൻ നമ്മളെ ഓരോരുത്തരെയും ശക്തരാക്കണം. നമ്മൾ ഇന്നത്തെ വായനകളിലേക്ക് നോക്കുക. അവിടെയെല്ലാം കർത്താവ് എങ്ങനെ പ്രത്യേകമായിട്ട് ഇടപെട്ടുകൊണ്ട് നമ്മളെ രക്ഷിക്കുന്നു എന്ന് വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുക. ഒന്നാമത്തെ വായനയിൽ മിഖയേൽ മാലാഖയാണ് ദൈവത്തിൻ്റെ ദൂതൻ എന്ന രീതിയിൽ നമ്മളെ രക്ഷിക്കുവാനായിട്ട് കടന്നു വരിക. അന്ത്യോക്യസ് എപ്പിഫനസ്, ആ ഗ്രീക്ക് ഭരണാധികാരി ഇസ്രയേൽക്കാരെ ഒത്തിരി പീഡിപ്പിച്ചു. അവരുടെ ആ യഹൂദ അല്ലെങ്കിൽ ഇസ്രായേൽ വിശ്വാസത്തെ തകർത്ത് അവരെ ഗ്രീക്ക് ചിന്താഗതിയിലേക്ക്, ഗ്രീക്ക് ആരാധനയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് പരിശ്രമിച്ചു. അവിടെ അവർ അതിന് തയ്യാറായില്ല എങ്കിൽ അവർ ഒത്തിരി വിഷമിപ്പിക്കപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ട് ആ പീഡനങ്ങളുടെ നടുവിൽ നിരാശപ്പെട്ട് പോകരുത്, പിന്നെയോ പ്രത്യാശിക്കുക. ദൈവം തൻ്റെ പ്രധാന ദൂതനായി മിഖായേലിനെ അയച്ച് നിങ്ങളെ രക്ഷിക്കും എന്ന് ഉള്ള ആ സന്ദേശമേകിക്കൊണ്ട് ആ ഇസ്രായേൽ ജനത്തെ പ്രത്യേകമായിട്ട് പ്രചോദിപ്പിക്കുന്ന, അവർക്ക് പ്രത്യാശ പകരുന്ന സന്ദേശമാണ് ഒന്നാമത്തെ വായനയിൽ നമ്മൾ ശ്രവിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ വായനയിലേക്ക് നോക്കുമ്പോൾ ഈ യഹൂദ ക്രൈസ്തവർ നേരിട്ട ആ വിഷമതയിൽ, യഹൂദിൽ നിന്ന് നേരിട്ട വിഷമതയിൽ, കാരണം അവർ യഹൂദ ക്രൈസ്തവരായപ്പോൾ അവരെ സിനഗോഗിൽ നിന്നെല്ലാം പുറത്താക്കി. അപ്പോൾ അവർക്ക് പിന്നെ ആരാധനയില്ല, വചനഭാഗമില്ല, വചന പഠനമില്ല. ആ രീതിയിൽ അവർ പുറന്തള്ളപ്പെട്ടപ്പോൾ, ക്രിസ്തുവിനെ പ്രതി അവർ പുറന്തള്ളപ്പെട്ടപ്പോൾ, യഹൂദ മതത്തിൽ നിന്നൊരു വിധത്തിൽ പുറന്തള്ളപ്പെട്ടപ്പോൾ അവരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി, അവർക്ക് പ്രത്യാശ പകരാൻ വേണ്ടി എഴുതപ്പെട്ട ലേഖനമാണ് ഹെബ്രായർക്കുള്ള ലേഖനം. അവർ ക്രൈസ്തവരായി മാറിയതിലൂടെ അവർക്ക് ദൈവികമായി ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, പിന്നെയോ അതിൻ്റെ പൂർണ്ണതയിൽ ലഭിക്കുകയാണ് ചെയ്തത് എന്ന് അവിടെ ആ ലേഖനകർത്താവ് വെളിപ്പെടുത്തുക. മഹാപുരോഹിതൻ ഈശോ തന്നെ നമുക്ക് പരമമായ ബലി അർപ്പിച്ചുകൊണ്ട് പാപപരിഹാരം നമുക്ക് നേടിത്തന്നു എന്ന് മാത്രമല്ല, നമ്മളെ നിത്യജീവനിലേക്ക് ആനയിക്കുന്നു എന്ന് അവിടെ വെളിവാക്കപ്പെടുക. പ്രിയപ്പെട്ടവരെ, പഴയ ഈശോ തന്നെയാണ് യഥാർത്ഥ ദേവാലയം, ഈശോ തന്നെയാണ് യഥാർത്ഥ ബലി, ഈശോ തന്നെയാണ് യഥാർത്ഥ പുരോഹിതൻ, മഹാപുരോഹിതൻ. ആ യാഥാർത്ഥ്യം വെളിവാക്കിക്കൊണ്ട് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, പിന്നെയോ ക്രൈസ്തവരാകുന്നതിലോ നിങ്ങൾ എല്ലാം നേടിയതേയുള്ളൂ. ഈശോയിലൂടെ എല്ലാം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ദൈവവുമായിട്ടുള്ള നേരിട്ടുള്ള ബന്ധത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നു. കാരണം ഈശോ പരമബലി അർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ പാപത്തെക്കുറിച്ച് ആകുലപ്പെടേണ്ട, അതിൻ്റെ ശിക്ഷയെക്കുറിച്ച് നമ്മൾ വിഷമിക്കേണ്ട. കാരണം അതിൽ നിന്നെല്ലാം കർത്താവ് നമ്മളെ രക്ഷിച്ചിരിക്കുന്നു.
നമ്മുടെ രക്ഷകനായ കർത്താവ് പാപത്തിൽ നിന്ന് നമ്മളെ വിമോചിപ്പിക്കുക മാത്രമല്ല, നമ്മളെ ഓരോരുത്തരെയും വിശുദ്ധിയാൽ നിറയ്ക്കുകയും ചെയ്തിരിക്കുന്നു. സ്വർഗത്തിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിച്ചിരിക്കുന്നു എന്ന് രണ്ടാമത്തെ വായന വെളിവാക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നോക്കുമ്പോൾ കർത്താവ് രൂപത്തിലെ കർത്താവിൻ്റെ വീണ്ടുവരവിനെക്കുറിച്ച് നമ്മളോട് പറയുക. ആ വീണ്ടുവരവിൽ നമ്മൾ ഈ നീറോ ചക്രവർത്തിയുടെ കാലത്ത് ആദിമ ക്രൈസ്തവർ ഒത്തിരി മതപീഡനം അനുഭവിച്ചപ്പോൾ അവരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടിയാണ് മർക്കോസ് തൻ്റെ സുവിശേഷം രചിച്ചത്. ആ സുവിശേഷത്തിൽ ഈ 13-ാമത്തെ അധ്യായത്തെ പറയുന്നത് ദ ലിറ്റിൽ അപ്പോക്കാലിപ്സ് എന്നാണ്. ലൂക്കയുടെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിലും മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിലും നമുക്ക് ഈ സന്ദേശം കാണാം. അതായത് അപ്പോക്കാലിപ്റ്റിക് സാഹിത്യശൈലി എന്ന് പറഞ്ഞാൽ നിഗൂഢമായ സന്ദേശം തരുക. പീഡനം അനുഭവിക്കുന്നവർക്ക് അവർക്ക് മാത്രം മനസ്സിലാകുന്ന രീതിയിൽ സന്ദേശമേകുക. അവിടെ ആ ശത്രു തോൽപ്പിക്കപ്പെടുമെന്നും യഥാർത്ഥമായ വിജയം ഈ പീഡനത്തിലൂടെ മുന്നേറുന്ന ക്രൈസ്തവർക്കാണ് എന്നും ഉള്ള സന്ദേശം അവിടെ നൽകപ്പെടുക. അവിടെ പ്രിയപ്പെട്ടവരെ, പ്രപഞ്ചത്തിൽ പോലും പ്രകമ്പനമുണ്ടാകും ദൈവം കടന്നു വരുമ്പോൾ. ഈശോനാഥൻ രക്ഷിക്കുവാനായിട്ട് മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുമ്പോൾ പ്രിയപ്പെട്ടവരെ എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടും, സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടും എന്നുള്ള യാഥാർത്ഥ്യം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വായന നമ്മളെ ഓർമ്മപ്പെടുത്തുക. നമ്മൾ ഈശോയുടെ രണ്ടാം വരവിനെക്കുറിച്ച് അവിടെ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിലെ പലരും കർത്താവിൻ്റെ വീണ്ടുവരവ് എപ്പോഴാണ്, എങ്ങനെയാണ് എന്നെല്ലാം ഒത്തിരി ചിന്തിച്ചു മനസ്സ് വിഷമിപ്പിച്ചിട്ടുണ്ട്. ഇത്ര നാളിൽ ഇന്ന വർഷം ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞിട്ട് ഒത്തിരി പ്രവചനങ്ങൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, കർത്താവ് പറയാണ്, ആ ദിവസം ഏതെന്നോ ആ വർഷം ഏതെന്നോ അതെങ്ങനെയെന്നോ മനുഷ്യപുത്രന് പോലും അറിയില്ല, പിതാവിന് മാത്രമേ അറിയാവൂ. ദൈവത്തിന് മാത്രം അറിയാവുന്ന കാര്യം നമ്മൾ അറിയാനായിട്ട് നോക്കണ്ട. നമ്മളെന്താ ചെയ്യേണ്ടതെന്നറിയാവോ? ഈ വീണ്ടുവരെ ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തോടെ, ബോധ്യത്തോടെ അതിനുവേണ്ടി എപ്പോഴും ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ്. ഏത് നിമിഷത്തിലും കർത്താവ് കടന്നു വരാം. നമ്മളെ രക്ഷിക്കുവാൻ കർത്താവ് വീണ്ടും കടന്നു വരാം. അത് നമ്മുടെ മരണത്തിലാകാം, ലോകത്തിൻ്റെ അന്ത്യത്തിലാകാം. എപ്പോഴും കർത്താവ് കടന്നു വന്നാലും ആ കർത്താവിനോട് ചേർന്ന് സ്വർഗത്തിലേക്ക് മുന്നേറുവാൻ, പ്രവേശിക്കുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ഏറ്റവും പ്രീതിപ്പെട്ടവരായി ജീവിക്കുവാൻ നമ്മൾ തയ്യാറാവുക എന്ന സുവിശേഷത്തിൽ ഈശോ നമുക്ക് വെളിവാക്കി തരുന്നു. നമ്മളെ രക്ഷിക്കുന്ന കർത്താവ്, ആ കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുവാനാണ് ഇന്നത്തെ സങ്കീർത്തനം ആഹ്വാനം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒത്തിരി പീഡകളിലൂടെ, വിഷമതകളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ ആ വിഷമതകളിലല്ല നമ്മുടെ ശ്രദ്ധ ഊന്നേണ്ടത്. പിന്നെയോ രക്ഷിക്കാൻ കടന്നു വരുന്ന ദൈവത്തിൽ നമ്മുടെ ശ്രദ്ധ ഊന്നുക. എന്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമോ അതല്ലേ നമ്മളെ ഭരിക്കുക. നമ്മൾ നാശത്തിലും തകർച്ചയിലും ഇല്ലായ്മയിലും അന്ത്യത്തിലും ഒക്കെ അങ്ങോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അതായിരിക്കും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക. പക്ഷേ അതിലൂടെ വരുന്ന പുതുമ, അതിലൂടെ രക്ഷിക്കാൻ കടന്നു വരുന്ന കർത്താവ്, ആ കർത്താവിൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ തയ്യാറാകുമ്പോൾ നമ്മൾ രക്ഷയിലൂടെ മുന്നേറും. പ്രത്യാശ നിറഞ്ഞവരായി പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിതത്തിൽ മുന്നേറും. എന്തിലും ഏതിലും പ്രിയപ്പെട്ടവരെ നമ്മൾ തകർച്ചയല്ല കാണേണ്ടത്. നമുക്ക് ഒരു നിഷേധാത്മക ചിന്താഗതി വേണ്ട. ഭാവാത്മക ചിന്താഗതിയോടെ എന്തിലും ഏതിലും ദൈവം നമ്മളെ സമീപിക്കുന്നുവെന്നും ദൈവം കടന്നു വരുന്നത് നമ്മളെ ശിക്ഷിക്കാനും തകർക്കാനുമല്ല, പിന്നെയോ നമ്മളെ രക്ഷിക്കുവാനും മുന്നോട്ട് സ്വർഗത്തിലേക്ക് ആനയിക്കുവാനുമാണ് എന്നുള്ള ഒരു ബോധ്യത്തോടെ പ്രിയപ്പെട്ടവരെ നമുക്ക് മുന്നേറുവാനായിട്ട് ശ്രദ്ധിക്കാം. നമ്മുടെ ഈ ആരാധനാ വത്സരം സമാപിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ യുഗാന്ത്യത്തെക്കുറിച്ച് പ്രത്യേകം ബോധപ്പെടാം, നമ്മുടെ ജീവിത അന്ത്യത്തെക്കുറിച്ച് ബോധപ്പെടാം. പക്ഷേ ആ അന്ത്യം ഒരിക്കലും യഥാർത്ഥ അന്ത്യമല്ല, അത് നിത്യതയുടെ തുടക്കമാണ് എന്നൊരു ബോധത്തോടെ നിത്യതയിലേക്ക് നമുക്ക് മുന്നേറാം. നിത്യന്യായവനോട് ചേർന്ന് നമുക്ക് ജീവിക്കുവാനായിട്ട് തയ്യാറാകാം. നിത്യ ലോകത്തിൽ പ്രവേശിച്ച് അവിടെ നിത്യം ജീവിക്കുവാൻ നമുക്ക് ശ്രദ്ധ വയ്ക്കാം. അതിനുവേണ്ട കൃപ ദൈവം നമുക്കെല്ലാം ഏകുമാറാകട്ടെ.